അപ്പോൾ നമുക്ക് ഈ ഒരു ഷുഗർ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ലിവറിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഒരു ഫാറ്റി ഡെപ്പോസിഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതൽ. ഒരു ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ഈ ഒരു കൃത്രിമമായിട്ട് ഈ ഒരു പഞ്ചസാര കൂടാൻ വേണ്ടി അല്ലെങ്കിൽ മധുരം കൂട്ടാൻ വേണ്ടി പല സാധനങ്ങളിലും യൂസ് ചെയ്യുന്നത്. കൂടുതലും കുട്ടികളിൽ കണ്ടുവരുന്ന വേറൊരു പ്രതീതിയാണ് ഈ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണമുള്ള ഒരു സാധനമൊന്നും അല്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഫിസിഷ്യൻ, GK ആയുർവേദ ഹെൽത്ത് കെയർ, മുട്ടത്തറ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പഞ്ചസാരയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം കൊണ്ട് കരളിനുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് വരെ മദ്യപാനമായിരുന്നു കരളിനുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയല്ല. മദ്യപിക്കാത്തവരിലും കരൾ രോഗങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു കരൾ രോഗത്തിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് പഞ്ചസാരയുടെ അധികമായിട്ടുള്ള ഉപയോഗമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. പഞ്ചസാര കൂടുതലായി ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് നിങ്ങൾ പഞ്ചസാര വാരി കഴിക്കുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ബേക്കറിയിൽ നിന്ന് ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങി കഴിക്കുന്നു, അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ഒരു രീതി. പണ്ടൊക്കെ നമ്മൾ പഴങ്ങൾ കഴിക്കുമായിരുന്നു, നേരിട്ട് തന്നെ കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കൂടുതലും ജ്യൂസസിൻ്റെ ഫോമിലാണ് അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെയാണ് നമ്മൾ അത് ഉള്ളിലോട്ട് എത്തിക്കാറ്. പക്ഷേ ആ ഒരു മാറ്റത്തിൻ്റെ കൂടെ പഞ്ചസാരയുടെ അളവും കൂടുന്നുണ്ട്. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് ഈ ഒരു കൃത്രിമമായിട്ട് ഈ ഒരു പഞ്ചസാര കൂടാൻ വേണ്ടി അല്ലെങ്കിൽ മധുരം കൂട്ടാൻ വേണ്ടി പല സാധനങ്ങളിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗ കൂടുതൽ കാരണം നമുക്ക് ഈ ഒരു കരളിൻ്റെ ചുറ്റും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ട്. അതായത് ഇത് നല്ലതായിട്ട് നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ചായ കുടിക്കുന്നു അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നു, അതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ചായ കാപ്പിയൊക്കെ കുടിക്കുന്നതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷുഗർ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷുഗർ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ലിവറിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ഒരു ഫാറ്റി ഡെപ്പോസിഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം, ഫാറ്റി ലിവർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ്. പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെയാണ് ഒരു കോമൺ ആയിട്ട് കാണുന്നൊരു അസുഖം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഫാറ്റി ലിവർ അതിൻ്റെ കൂടെ 4ാമനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോള ഒക്കെ കുടിക്കുമല്ലോ, പെപ്സി കോള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളും കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മളും യൂസ് ചെയ്ത് പോകും, നമ്മളും അതിൽ വീണ് പോകും, ശരിയാണ്. ബട്ട് നമ്മളത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറയ്ക്കാൻ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൺസ് ഇൻ എ വീക്ക് മാത്രമേ ഞാനിത് യൂസ് ചെയ്യൂ എന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് വിചാരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഒരു 2 വീക്കിൽ ഒരിക്കൽ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ എന്തെങ്കിലും പാനീയങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ശ്രദ്ധ ചെലുത്തുക. പിന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞെങ്കിൽ മന്ത്ലി വൺസ് മാത്രം യൂസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രശ്നങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മരണം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു പാക്കറ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതിലൊക്കെ ഈ ഇതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പൊക്കെയാണ് കൂടുതലായിട്ടും, അതായത് കൃത്രിമമായിട്ട് ആഡ് ചെയ്യുന്ന ഷുഗർ, അതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കും വാങ്ങിക്കൊടുക്കും, നമ്മളും ഒരുപാട് വാങ്ങി കുടിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ആ ഒരു സാധനം യൂസ് ചെയ്യുന്നത് വഴിയും ഇതേപോലെ നമ്മൾ വിചാരിക്കുക ഒരു നാച്ചുറൽ അല്ലേ, ഇപ്പോൾ പല കമ്പനിക്കാരും നാച്ചുറൽ ഫ്ലേവർ ആണെന്നൊക്കെ പറഞ്ഞ് ഇറക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നിങ്ങൾ നാച്ചുറലാണ് അല്ലെങ്കിൽ ജ്യൂസ് നേരിട്ട് അടിച്ച് തരുന്നതാണ് എന്നൊന്നും നിങ്ങൾ കരുതണ്ട. ഇതിലെല്ലാം ഈ ഒരു കൃത്രിമമായിട്ട് ആഡ് ചെയ്യുന്ന ഷുഗർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കുറച്ച് നാൾ യൂസ് ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ലിവർ പ്രശ്നങ്ങളും വേറെ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ കൂടുതലും കുട്ടികളിൽ കണ്ടുവരുന്ന വേറൊരു പ്രതീതിയാണ് ഈ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കേക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
ഗുണമുള്ള ഒരു സാധനമൊന്നും അല്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നം ഉണ്ടാക്കും. ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷുഗർ, മൈദ, പാം ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചേരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷുഗർ കണ്ടൻറ്റും മൈദയും ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷുഗർ, മൈദ, പാം ഓയിൽ ഇതൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്കത് നല്ലതല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കുട്ടികൾക്ക് ഇത് എന്നും കഴിക്കുന്നൊരു പ്രവണതയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ ഷുഗർ ഉള്ളൊരു സാധനമാണ് ചോക്ലേറ്റ്, ഷുഗർ ഉള്ളൊരു സാധനമാണ് ബിസ്ക്കറ്റ്. ഇതിപ്പം കുട്ടികൾക്ക് ഇതിലേതാണ് പ്രശ്നക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിസ്ക്കറ്റ് ആണെന്നേ പറയത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്നും കഴിക്കാൻ കൊടുക്കും. ചോക്ലേറ്റൊക്കെ എന്നും കൊടുക്കത്തില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്നും കഴിക്കുന്ന ഒരു സാധനം നമുക്കൊരു വില്ലനായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നത്, ഇതിലിപ്പം നല്ല ബിസ്ക്കറ്റ് അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഏത് ബിസ്ക്കറ്റ് കഴിച്ചാലും ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ കൊടുക്കുന്നത് വളരെ കുറയ്ക്കാൻ നോക്കുക. കൂടുതലും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ തന്നെ എൻകറേജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരുന്നത് വരെ നമസ്കാരം.